രാവിലെ ആദ്യം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്ത ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ചില നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ലേഖന വിവാദത്തിൽ തരൂരിനെ എതിരെ പരസ്യ ഏറ്റുമുട്ടലിനിറങ്ങിയ മുതിർന്ന നേതാക്കളുടെ ചെവിക്ക് പിടിച്ച ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴുന്നതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. ലേഖന വിവാദത്തിന് പിന്നാലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച് പകരം മറ്റൊരു ചിത്രമിട്ടതോടെയാണ് കോൺഗ്രസ് പോഷക സംഘടനകളും തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശശി തരൂരിനെതിരെ ഉയരുന്ന പ്രതിഷേധം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഹൈക്കമാൻഡിന് സംശയമുണ്ട്. തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് യുവജന സംഘടനകൾ തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിനും പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള അതിലെ പരാമർശങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തരൂരിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്ന ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. ലേഖന വിവാദത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴും ഈ നീക്കം ശശി തരൂരിനെ പ്രകോപിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് ശശി തരൂർ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് തരൂരുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അത് ഇടതുപക്ഷം ആയുധമാക്കിയിരുന്നു. ഇന്നലെ മാത്യു കുഴൽനാടനടക്കം CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. അതിൽ CPM മറുപടി എന്ത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകണം. അരുൺ, ഏതായാലും ഇന്നലെയും CPM തരൂരിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയില്ല. കുഴൽനാടൻ ഈ ലേഖനത്തിൽ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒപ്പം നമുക്കറിയാം നരേന്ദ്രമോദിയെയും പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തരൂർ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. ഇതിൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഡിഫെൻഡ് ചെയ്യുക അല്ലാതെ തരൂരിനെ അനുകൂലിക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ. കാരണം അത്തരം പരാമർശങ്ങൾ നടത്തുന്നു. ഈ കൃപേഷും ശരത് ലാലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയിടുന്നു. അങ്ങനെ യുവജന സംഘടനകളെ പോലും പ്രകോപിപ്പിക്കുന്ന വിധമാണ് പെരുമാറ്റം. അപ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് ഇത് സംശയിക്കുന്നത് ആസൂത്രണ നീക്കമെന്നുള്ളത്? രഞ്ജിത്ത്, CPM തരൂരിനെ പിന്തുണയ്ക്കുന്ന അപ്പുറത്തേക്ക് അവർക്ക് ഇതിലും വലിയൊരു ആയുധം, അതായത് അവർക്ക് ഇതിലും വലിയ അവരുടെ നേട്ടങ്ങൾ, വ്യാവസായിക സൗഹൃദ കേരളമെന്ന് കുറെ നാളുകളായി CPM പറയുമ്പോൾ അതിന് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റായി തന്നെയാണ് തരൂരിന്റെ പരാമർശത്തെ CPM കാണുന്നത്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ തരൂരിനെ പിന്തുണയ്ക്കുന്നത്. അതിന്റെ അപകടം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചറിയുന്നത്. തരൂരിനെ ഇങ്ങനെ CPM പിന്തുണയ്ക്കുന്നത് CPM-ന്റെ ഈ വികസന രാഷ്ട്രീയ നയങ്ങൾക്ക് ലഭിച്ച ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അതിനെ മാറ്റുന്നത് വലിയ അപകടമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചത്. അതുകൊണ്ടാണ് ആ CPM-ന്റെ കെണിയിൽ പോയി വീഴുന്ന നിർദ്ദേശം നേതാക്കൾക്ക്, ഇത് വിവാദം വീണ്ടും വീണ്ടും വഷളാക്കി കെണിയിൽ പോയി വീഴുന്ന നിർദ്ദേശം നേതാക്കൾക്ക് നൽകുന്നത്. മാത്രമല്ല, ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം അല്ലെങ്കിൽ മത്സരം ഇപ്പോൾ ഉള്ളത് അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് തർക്കം. അതിലെ ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റാണ്, ഒരു അവകാശിയായി നിൽക്കുന്നയാളാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നീക്കം നടത്തുകയാണോ എന്ന സംശയം ദേശീയ നേതൃത്വത്തിൽ ചിലർക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് തരൂരിനെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി ദേശീയ നേതാക്കൾക്കുള്ളതും അങ്ങനെ വേണ്ട, അത്തരം വിഷയങ്ങളിലേക്ക് അധികം ചർച്ചകൾ കൊണ്ടുപോകേണ്ട എന്നും പറയുന്നത്. സ്വാഭാവികമായും തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചകളുണ്ട്. അതിന് ചില നീക്കങ്ങൾ, നിർണായക നീക്കങ്ങൾ ചില സാമുദായിക സംഘടന പിന്തുണയടക്കം തേടി അദ്ദേഹം നടത്തിയിരുന്നതുമാണ്. അപ്പോൾ തന്നെ കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കൾ അതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. അതിന്റെ ഭാഗമാണോ തരൂരിനെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണം? ഇന്നലെ KSU തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഓഫീസിൽ, MD ഓഫീസിന് മുന്നിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ പതിച്ചു. CPM കൊന്നവരാണ്. അങ്ങനെ CPM കൊന്നവർ
ഉള്ള ഈ രക്തസാക്ഷികളുള്ള പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ സി പി എം ഏതെങ്കിലും നയങ്ങളെ ആ രീതിയിൽ പിന്തുണയ്ക്കുന്നത് അവരോടുള്ള വഞ്ചനയാണെന്ന് കൂടി ഒരു പരാമർശം ഇന്നത്തെ പോസ്റ്ററിലുണ്ട്. ഇതൊക്കെ ഒരു ആസൂത്രിത നീക്കം എന്ന വിധേയത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അതുപോലെ തന്നെ തരൂരിനെ അനുകൂലിക്കുന്നവർക്കുമുള്ളത്. അതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ കൂടുതൽ വഷളാക്കേണ്ട എന്ന നിർദ്ദേശം രണ്ട് ഭാഗങ്ങൾക്കും നൽകുന്നത്. ഒന്ന് ശശിധരനോട് തന്നെയാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഒരുപക്ഷെ മുതിർന്നേക്കില്ല. വലിയ സമ്മർദ്ദമുണ്ടായിട്ടും അദ്ദേഹം നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുമില്ല. താൻ പറഞ്ഞത് കണക്കുകൾ വച്ചാണ്, റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ്. അതിൽ നിന്ന് മാറ്റി പറയണമെങ്കിൽ അതിനുള്ള തെളിവുകൾ, അതിനുള്ള കണക്കുകൾ കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പരോക്ഷമായി തരൂർ ആവശ്യപ്പെട്ടത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കടുത്ത ഒരു അച്ചടക്കലംഘനമായതിനെ കണ്ടു സംസ്ഥാന നേതൃത്വം. പക്ഷേ എന്നാൽ ദേശീയ നേതൃത്വം സംസ്ഥാന നിലപാടിനൊപ്പമല്ല. തരൂരിന്റെ കാര്യത്തിൽ അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ അത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് പോകരുത്, പകരം സമവായത്തിന്റെ പാതയിലൂടെ ഒരു ഭാഗവും മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി നൽകുന്നത്. ഈ സമവായം എന്ന് പറയുമ്പോൾ അതിന് തരൂർ കൂടി തയ്യാറാകണമല്ലോ. ഇപ്പോൾ ഇന്നലെ തുടർച്ചയായുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലുമൊക്കെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തരൂർ ചെയ്തത്. രാവിലെ CPM-നെതിരെ ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് FB പോസ്റ്റ് ഇട്ടപ്പോൾ ഈ തരൂർ മയപ്പെടുന്നു എന്നുള്ള ഒരു ഫീൽ വന്നിരുന്നു. പക്ഷേ പിന്നീട് അത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. അങ്ങനെ തരൂര് തൻ്റെ വാദങ്ങളിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എങ്ങനെ സമവായം എന്നുള്ളതും ഒരു പ്രശ്നമാണല്ലോ. തരൂർ ക്യാമ്പിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ലക്ഷ്യം എന്താണ്? ഇങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, കോൺഗ്രസിൽ ഒറ്റയാനായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണോ തരൂർ ലക്ഷ്യമിടുന്നത്? തരൂർ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ വിഭാഗവുമായി കഴിഞ്ഞ കുറേ നാളുകളെ അകൽച്ചയിലാണെന്ന് വസ്തുതയാണ്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല. വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നില്ല. സംസ്ഥാനത്തും അദ്ദേഹത്തിന് കാര്യമായ റോളൊന്നുമില്ല. അദ്ദേഹം തലസ്ഥാനത്ത് MP എന്ന നിലയിൽ പലപ്പോഴും അത്തരം ഒരു അവസരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കാറുള്ളൂ. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് പോലും പലപ്പോഴും ചുരുക്കമാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടുന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ഇനി എന്നാണ് തിരിച്ചു വരുന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് തന്റെ റോൾ പാർട്ടിയിൽ? അതാണ് തരൂർ നേതൃത്വം ചോദിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ അവിടെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നൊരു പേര് മാത്രം മതിയോ? അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി എന്ത് ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിക്കുന്നത്? ചോദ്യം സ്വാഭാവികമായും തരൂറും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിന് കാര്യമായ റോളൊന്നുമില്ല. തിരുവനന്തപുരത്തിന്റെ ഒരു MPയായി മാത്രം ഒതുങ്ങേണ്ട ആളാണോ താൻ എന്ന ചോദ്യമാണ് തരൂർ നേതൃത്വത്തോട് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിനാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത്. അതുകൊണ്ടാണ് CPM-ന്റെ വ്യാവസായിക നയത്തെ പിന്തുണയ്ക്കുന്നത് പോലും അത്തരം എന്ത് റോള് വേണമെന്നാണ്. നമുക്കറിയാം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച ഒരു നേതാവാണ് തരൂര്. കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല. ഈ ഒരു MP എന്നതിനപ്പുറം തരൂർ എന്ത് റോളാണ്? പാർട്ടിയിൽ കുറച്ചുകൂടി സംസ്ഥാനത്തെ പാർട്ടിയിലടക്കം കുറച്ചുകൂടി ശക്തമായ പ്രാതിനിധ്യം വേണമെന്നുള്ള നിലപാടിലാണോ? എന്താണ് തരൂരിന്റെ മനസ്സിലെന്നുള്ളതും ഒരു പ്രശ്നമാണല്ലോ അരുൺ. തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വരാൻ വലിയ താല്പര്യമുണ്ടായിരുന്ന വസ്തുതയാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അതിന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളും മന്നം സമാധിയിലടക്കം പോവുകയും NSS ജനറൽ സെക്രട്ടറിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്ത നേതാവാണ് തരൂർ. പിന്നീട് ആ ബന്ധത്തിനെ കുറിച്ചിട്ടുണ്ടായതും വസ്തുതയാണ്. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ നിന്നും പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഒരു മുൻനിര നേതാവായി ഉയർന്നു വരാൻ തരൂർ ശ്രമം നടത്തി. പക്ഷേ കോൺഗ്രസിലെ സംസ്ഥാനത്തെ പ്രബല വിഭാഗങ്ങൾ ഒന്നടങ്കം നിന്നുകൊണ്ട് തരൂറിനെ അതിൽ തടയുകയായിരുന്നു, വെട്ടുകയായിരുന്നു. അതിന്റെ ഒരു അതൃപ്തി തരൂറിന് ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നേതാവ് കൂടിയാണ്. അതിന് പ്രധാന കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഭരണമില്ലാത്തപ്പോൾ എന്ത് റോൾ അത് നൽകുമെന്ന ചോദ്യം സ്വാഭാവികം ഉയരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയുള്ള ഇപ്പോൾ വളരെ ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ കൃത്യമായ റോളില്ലാതെ അദ്ദേഹം നിൽക്കുന്നു എന്നൊരു അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. എന്താണ് അദ്ദേഹം ആഗ്രഹം എന്ന കാര്യത്തിൽ ഒന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി പോലും ഉയർത്തിക്കാട്ടാവുന്ന മുഖമാണ് തരൂറെന്ന് പല വിലയിരുത്തലും നേരത്തെ വന്നിരുന്നു. അതിൽ നിന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ഒരു ഡസനോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അതിനൊപ്പം തരൂറിനെ കൂടി ചേർക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മത്സരത്തിൽ ഭരണം കിട്ടിയാൽ തന്നെ അങ്ങനെ ഒരു മത്സരത്തിലേക്ക് തരൂർ എന്നൊരു പേര് കൂടി കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തരൂറിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഇവിടുത്തെ നേതൃത്വം എന്നൊരു വിമർശനമാണ്, അതൃപ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അവിടെയും കാര്യമായ റോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ കഴിഞ്ഞ ശേഷം, സോണിയാഗാന്ധിയും കഴിഞ്ഞ ശേഷമുള്ള റോൾ പോലും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രധാന ചുമതലകളൊന്നും പാർട്ടി ഏൽപ്പിക്കുന്നതെന്ന അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. അതിനിടയിലാണ് ഈ CPM-നെ പോലത്തെ അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അദ്ദേഹം അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അത് CPM-നോടുള്ള മമതയോ CPM വ്യവസായ നയത്തോടുള്ള അമിതമായ പ്രതിപത്തിയോ ഒന്നുമല്ല, കോൺഗ്രസിനോടുള്ള ഈ കടുത്ത എതിർപ്പ് തന്നെയാണ്, അതൃപ്തി തന്നെയാണ് അദ്ദേഹം അതിലൂടെ പ്രകടിപ്പിച്ചത്.
തീർച്ചയായും തരൂരിനെ എങ്ങനെ മെരുക്കുമെന്നുള്ളതാണ് ഇനി കോൺഗ്രസ് തലപുകഞ്ഞാലോചിക്കുന്നത്. തന്റെ പ്രസ്താവനകളുമായി തന്റെ നിലപാടുമായി തരൂർ മുന്നോട്ട് പോയാൽ അത് ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുക കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ആയിരിക്കും. യാതൊരു സംശയവുമില്ല. കാര്യത്തിൽ വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.